പത്തനംതിട്ട ജില്ലയിലെ കോട്ടങ്ങൽ പഞ്ചായത്തിൽ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ UDF ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. SDPIയുടെ വോട്ടുകൾ നേടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീദേവി നിമിഷങ്ങൾക്കകം സ്ഥാനം ഒഴിയുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് കോട്ടങ്ങലിലെ ഈ സംഭവം. മുന്നണി തീരുമാനത്തിന് വിരുദ്ധമായി വർഗീയ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നാണ് UDF പ്രതിനിധിയുടെ ഈ അപ്രതീക്ഷിത രാജി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDFന് SDPIയുടെ 3 വോട്ടുകൾ ലഭിച്ചതാണ് പ്രശ്നങ്ങൾക്ക് ആധാരമായത്. SDPI പിന്തുണയോടെ ഭരണത്തിലേറുന്നത് മുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രാദേശിക നേതൃത്വം വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ശ്രീദേവി തന്റെ രാജി തീരുമാനം അറിയിച്ചത്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അക്ഷരം പ്രതി അനുസരിക്കുന്നുവെന്നും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ തങ്ങൾക്ക് വേണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നീക്കമാണിതെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. അധികാരത്തിനു വേണ്ടി വർഗീയതയുമായി സന്ധി ചെയ്യില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം UDFന്റെ ഈ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് SDPI വിമർശിച്ചത്. തങ്ങളുടെ പിന്തുണയോടെ വിജയിച്ച ശേഷം രാജിവെക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് SDPI പ്രവർത്തകർ ആരോപിച്ചു. പഞ്ചായത്തിൽ BJP ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് UDFന് പിന്തുണ നൽകിയതെന്ന് SDPI വിശദീകരിച്ചു. മറ്റിടങ്ങളിൽ തങ്ങളുടെ പിന്തുണ തേടുന്ന UDF ഇവിടെ മാത്രം അയിത്തം കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അവർ പറഞ്ഞു.